പ്യുവർ ലവ് എന്ന ഇന്തോനേഷ്യൻ ചലച്ചിത്രത്തിന്റെ കഥ പറയുന്ന രണ്ടാം ഭാഗമാണിത്. മുൻഭാഗം കാണാൻ താല്പര്യപ്പെടുന്നവർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമല്ലോ. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അടുത്ത ദിവസം ഞാൻ വീട്ടിലേക്ക് പോയിരുന്നു. ഞാൻ തന്നെ സമ്പാദിച്ച എന്റെ ബൈക്കിലായിരുന്നു വീട്ടിൽ ചെന്നത്. ഉമ്മയതിൽ ഏറെ സന്തോഷിച്ചിരുന്നു. ഞാൻ സമ്പാദിച്ചതിൽ എന്റെ ചിലവുകൾ കഴിഞ്ഞ് ബാക്കിയായ ഒരു വലിയ തുക ഞാൻ എന്റെ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉമ്മയത് ആദ്യം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എനിക്ക് ചിലവുകൾ കൂടുതലാണ്, പഠിക്കാനൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് അവരാ കവർ എനിക്ക് തിരികെ തരാൻ ശ്രമിച്ചു. പക്ഷേ എനിക്കത് അവർക്ക് തന്നെ കൊടുക്കണമായിരുന്നു. അവരെ നിർബന്ധിപ്പിച്ച് അത് ഞാൻ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മകനെന്ന രീതിയിൽ എന്റെ കടമയായിരുന്നു അത്. നിറക്കണ്ണുകളോടെ അവരെന്നെ ചേർത്ത് പിടിച്ചു. പതിവ് പോലെ അവരെപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഞാൻ എന്റെ മനസ്സിലെ ചില കാര്യങ്ങൾ ഉമ്മയോട് തുറന്നു സംസാരിച്ചു. മുമ്പ് ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുള്ള എന്റെ പ്രണയത്തെപ്പറ്റി. ഞാൻ ആ പ്രണയത്തോട് എന്റെ ഫീലിങ്സ് എന്ന് പറഞ്ഞിരുന്നെന്നും പക്ഷെ അവൾ എനിക്ക് വ്യക്തമായൊരു ഉത്തരം തന്നില്ലെന്നും ഞാൻ ഉമ്മയെ അറിയിച്ചു. ഞാനിപ്പോൾ കുറച്ചൊക്കെ സെറ്റിലായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നും അടുത്ത കൊല്ലം വിവാഹം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണെന്നും ഞാൻ ഉമ്മയ്ക്കടുത്ത് പറഞ്ഞു. ഉമ്മ ഏറെ സന്തോഷത്തോടെയായിരുന്നു അത് കേട്ടത്. അന്ന് ഞാൻ ഉമ്മയോട് അനുവാദം ചോദിച്ചു. വീണ്ടും അവളെ അന്വേഷിച്ച് കണ്ടെത്താനും അവളെ തിരക്കി പോകുവാനും വേണ്ടി. ഉമ്മ ഏറെ സന്തോഷത്തോടെ എനിക്കതിന് അനുവാദം നൽകി. അടുത്ത ദിവസം ഉമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ അറോറയുടെ വീട്ടിലെത്തി. ഞാൻ എത്തുമ്പോൾ അവളുടെ വാപ്പ പുറത്ത് ചെടി നനച്ചു നിൽക്കുകയായിരുന്നു. അറോറയുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ആരായെന്ന് തിരക്കിയപ്പോ ഞാൻ അവളുടെ സ്കൂൾമേറ്റ് ആണ്, അത്തറെന്നാണ് എന്റെ പേര് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഒരു ഫ്രണ്ടിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അറ വീട്ടിലല്ലെന്നും നീ പോയിട്ട് വാ എന്നും പറഞ്ഞ് അദ്ദേഹം എന്നെ പറഞ്ഞയച്ചു. ഞാൻ ഇറങ്ങുമ്പോഴായിരുന്നു അറയുടെ ഉമ്മച്ചി അവളുടെ വാപ്പയുടെ അടുത്തേക്ക് എത്തുന്നത്. എന്നെ അറിയാവുന്ന ഉമ്മ വാപ്പയോട് എന്നെപ്പറ്റി പറഞ്ഞു. ഞാൻ റോഹിസ് ക്ലബിന്റെ ലീഡറായിരുന്നുവെന്നും ഒപ്പം ബാൻഡ് മെമ്പർ ആയിരുന്നു എന്ന് കേട്ടതും അദ്ദേഹം ഒന്ന് ചിരിച്ചിരുന്നു. ഞാൻ അന്ന് പിന്നീട് പോയത് മമതിനെ കാണാനാണ്. മമതപ്പോൾ ഒരു പലചരക്ക് കട നടത്തുകയായിരുന്നു. മമതിനടുക്കൽ ജക്കാർത്തയിൽ വെച്ച് അറയെ കണ്ട കാര്യവും അവളെ മിസ് ചെയ്ത കാര്യവും ഞാൻ പറഞ്ഞു. അവനെപ്പോഴും ഞാൻ അറയുടെ പിന്നാലെ തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയവും അതിശയവും തോന്നിയിരുന്നു. മമതിന്റെ സഹായത്തോടെ അറയെപ്പറ്റിയുള്ള വിവരങ്ങൾ കൂടുതലറിയാൻ ഞാൻ ശ്രമിച്ചു. പിന്നീട് അവൾ പഠിക്കുന്ന വിവരങ്ങൾ അറിഞ്ഞ് സ്കോളർഷിപ്പ് സർവീസിൽ പോയി അറയുടെ കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് വിവരമൊന്നും ലഭിച്ചില്ല. എന്റെ ഉള്ളിൽ അപ്പോഴും അറയാണ് എന്റെ സോൾമേറ്റ് എന്ന രീതിയിൽ എനിക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അറ അവളുടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയതും. ഞാൻ വന്ന കാര്യം അവളുടെ ഉമ്മ അവളോട് പറഞ്ഞു. അത് കേട്ട് അവളുടെ മുഖഭാവം തന്നെ മാറിയിരുന്നു. അവന്റെ ഫോൺ നമ്പർ വാങ്ങാൻ എനിക്ക് സാധിച്ചില്ല എന്നുമ്മ പറഞ്ഞപ്പോ ഒരുപക്ഷെ വീണ്ടും കണ്ടുമുട്ടാൻ ദൈവം ഞങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കില്ല എന്നായിരുന്നു അവൾ പറഞ്ഞത്. ഉമ്മ പിന്നീട് അവളോട് വാപ്പ തയ്യാറാക്കിയ ആ വിവാഹക്കാര്യത്തെ പറ്റി ചോദിച്ചു. എനിക്കിപ്പോഴും മടിയുണ്ടെന്നും തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല എന്നുമായിരുന്നു അവളുടെ മറുപടി. വാപ്പയോട് എതിർത്ത് സംസാരിക്കാൻ, തന്റെ ഉള്ളിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ അവൾക്കെന്തോ മടിയുണ്ടായിരുന്നു. അന്നവർ കുടുംബമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ അവളുടെ പഠനകാര്യങ്ങൾ അവളുടെ വാപ്പ തിരക്കി. കൂട്ടത്തിൽ പഠനം പൂർത്തിയാവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയതും വിവാഹത്തിന്റെ കാര്യം സംസാരിച്ചു. റക്ക എന്നു പേരുള്ള ഒരു പയ്യനുമായി അവളുടെ വിവാഹം ഉറപ്പിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. നല്ലൊരു കുടുംബത്തിൽ വളർന്ന പയ്യൻ തീർച്ചയായും നല്ലൊരു പയ്യനായിരിക്കും എന്ന് അദ്ദേഹം അവളോട് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് അതിലെപ്പോഴും തീരുമാനമെടുക്കാൻ പറ്റിയില്ലെങ്കിലും എല്ലാം നല്ലതിനാവട്ടെ എന്ന പ്രാർത്ഥനയിൽ അവളും പങ്കുചേർന്നു. ആ ഒരു സമയത്തായിരുന്നു സെയ്നും തന്റെ മനസ്സിലെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. സെയ്ന് സൽസയെ ഇഷ്ടമാണ്. അവളോട് പക്ഷേ പ്രണയം തുറന്നു പറയാൻ അവന് വല്ലാത്തൊരു പേടി തോന്നിയിരുന്നു. എന്നിരുന്നാലും കൂട്ടുകാരന്റെ പ്രചോദനത്താൽ അന്നവനത് ചെയ്യാൻ ധൈര്യം കാണിച്ചു. സൽസയ്ക്കടുത്ത് അവൻ മനസ്സു തുറന്നു. സൽസ അവനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞപ്പോ പെട്ടെന്ന് സെയ്ൻ ചുമകുത്താൻ ആരംഭിച്ചിരുന്നു. സൽസയായിരുന്നു അവന് വേഗം വെള്ളം കൊടുത്തത്. സെയ്ന്റെ പ്രപ്പോസൽ സൽസ സ്വീകരിച്ചു. ഇതേസമയം മറുവശത്ത് ഈ നടന്നതൊന്നും തന്നെ അറിയാതെ ഞാനും മിസ്റ്റർ ഫർഹാൻ നടത്തുന്ന ഒരു അനാഥാലയത്തിലേക്ക് പോയിരിക്കുകയായിരുന്നു. മിസ്റ്റർ ഫർഹാൻ അന്നെന്നോട് മനസ്സ് തുറന്ന് സംസാരിച്ചു. അദ്ദേഹം എന്നെ ഒരു മകനെപ്പോലാണ് കാണുന്നതെന്ന് പറഞ്ഞു. എന്റെയും സെയിന്റെയും ബിസിനസ്സിലുള്ള സഹായത്തിനും മറ്റും ഞങ്ങളോട് നന്ദി പറഞ്ഞു. എനിക്കും അദ്ദേഹം ഒരു വാപ്പയെപ്പോലെ തന്നായിരുന്നു. പക്ഷേ പിന്നാലെ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. 3 കാര്യങ്ങൾ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ആദ്യം
ആദ്യത്തേത് അദ്ദേഹം നടത്തിക്കൊണ്ടുപോരുന്ന ആ ഓർഫനേജ് എന്നും അദ്ദേഹത്തിന് വേണ്ടി നോക്കി നടത്തണം, സഹായിക്കണം എന്ന അർത്ഥത്തിലായിരുന്നു. അടുത്തത് സെൽസ ഫാഷൻ ഞാൻ ഏറ്റെടുത്ത് നടത്തണമെന്ന്. പക്ഷേ മൂന്നാമത്തേതായിരുന്നു എന്നെ ഞെട്ടിച്ചത്. സൽസയെ എന്നോട് വിവാഹം കഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് പൂർണ്ണമായും ഓർമ്മയുണ്ട്. സൽസയ്ക്ക് സഹോദരങ്ങളില്ല, ഉമ്മയില്ല, എന്റെയും ബന്ധുക്കൾ എവിടെയാണെന്ന് എനിക്ക് അറിവുകൂടിയില്ല. എനിക്കെന്തെങ്കിലും പറ്റുന്നതിനു മുമ്പ് അവളെ നല്ലൊരു കരങ്ങളിലേൽപ്പിക്കണം. എനിക്ക് വേണ്ടത് നല്ലൊരു പയ്യനെയാണ്. എനിക്കറിയാം നിനക്ക് ചിന്തിക്കാൻ സമയം വേണമെന്ന്. ചിന്തിച്ച് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാനാകെ കൺഫ്യൂഷനിൽ തന്നെ ആയി കഴിഞ്ഞിരുന്നു. പിതൃതുല്യനായൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്നു. എന്റെ ഉള്ളിലാണെങ്കിൽ അറോറയെ പറ്റിയുള്ള ചിന്തകളും, കഷ്ടകാലത്ത് ഒരുപാട് സഹായിച്ച വ്യക്തിയാണ്, എന്തദ്ദേഹത്തോട് മറുപടി പറയും? ആശങ്കയിൽ കൂട്ടുകാരുടെ അഭിപ്രായം ചോദിക്കാൻ ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ എത്തിയതും സെയിന്റെ പ്രപ്പോസൽ സൽസ അക്സെപ്റ്റ് ചെയ്ത വിവരമായിരുന്നു ഞാൻ അറിഞ്ഞത്. സെയിൻ അടുത്ത ദിവസം ഫർഹാൻ അടുക്കൽ ചെന്ന് തഹറൂഫിന്റെ കാര്യം അദ്ദേഹത്തോട് സംസാരിക്കാൻ നിൽക്കുന്നു. ആ അവസ്ഥയിൽ ഞാൻ എങ്ങനെ കാര്യങ്ങൾ അവരോട് പറയും? പക്ഷേ കൂട്ടത്തിൽ അതിലും വലിയൊരു വെല്ലുവിളി എനിക്ക് വന്നു. അവരുടെ ബന്ധത്തെപ്പറ്റി ഫർഹാനോട് സംസാരിക്കാൻ പേടി തോന്നിയ സെയിൻ അതിനെപ്പറ്റി അദ്ദേഹത്തെ അറിയിക്കാമോ എന്ന മട്ടിൽ എന്നോട് ചോദിച്ചു. എനിക്കതിന് നോ പറയാൻ പറ്റുമായിരുന്നില്ല. എല്ലാത്തിലും എനിക്കൊരു ഉത്തരം കിട്ടിയേ തീരൂ. ഞാനന്ന് മഹദിനെ വിളിച്ചു. എങ്ങനെയെങ്കിലും അറോറയുടെ നമ്പർ സംഘടിപ്പിച്ച് തരാൻ പറഞ്ഞു. എങ്ങനെയാണെന്നറിയില്ല, അവൻ അവളുടെ നമ്പർ സംഘടിപ്പിച്ചു. അടുത്ത ദിവസം ഒരിടത്തേക്ക് അവൻ എന്നെ വിളിച്ചു. അവനെ കാണുവാൻ ഞാൻ അങ്ങോട്ടേക്ക് പോയി. ഒരു പാർക്കായിരുന്നു അത്. അവളോട് എന്നെപ്പറ്റി അവൻ സംസാരിച്ചുവെന്നും നേരിട്ട് സംസാരിക്കാൻ വേണ്ടി അവളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നോട്ടെ എന്നവൻ ചോദിച്ചെങ്കിലും അവൾ വേണ്ടെന്ന് പറഞ്ഞെന്നും അവൻ എന്നോട് പറഞ്ഞു. എനിക്ക് വല്ലാത്ത ദുഃഖം തന്നെ അനുഭവപ്പെട്ടു. പക്ഷേ അതെല്ലാം മമദിന്റെ പ്രാങ്കുകളായിരുന്നു. എന്നെ കാണാൻ അറ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മമത അറയെ വിളിച്ചപ്പോ ഞാൻ തിരിഞ്ഞു നോക്കി. എന്റെ പിന്നിൽ അതാ അവളിരിക്കുന്നു. വീണ്ടും ഒരു കണ്ടുമുട്ടൽ. ദൈവം ഞങ്ങൾക്കുള്ള വഴി തുറക്കുകയാണോ? എന്റെ ഉള്ളിൽ ചിന്തകളുടെ നിലയ്ക്കാത്ത തിരമാലകൾ ഉയർന്നിരുന്നു. അവളെ അങ്ങനെ കണ്ടപ്പോ പെട്ടെന്ന് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവള് തന്നെയായിരുന്നു സംസാരിച്ചു തുടങ്ങിയത്. എന്നെ കാണാൻ വേണ്ടിയിട്ടാണോ ബാന്തുങ്ങിലേക്ക് വന്നത്? ഞാൻ ചോദിച്ചു. അല്ല, എനിക്കിവിടെ റിസർച്ചിന്റെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നിന്നെ കാണുകയും ചെയ്യാമല്ലോ. അവൾ മറുപടി പറഞ്ഞു. എന്താ നിനക്കെന്നോട് പറയാനുള്ളത്? അവൾ ചോദിച്ചു. എനിക്ക് പതിയെയായിരുന്നു പറയാൻ പറ്റിയത്. ഞാൻ പണ്ട് നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ഏത് കാര്യം? സോൾമേറ്റുകളെ പറ്റി. ആ, അന്നത്തെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ. ഓരോ ദിവസവും ഒരുപാട് മെച്ചപ്പെടാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദൈവകൃപയാൽ ഞാനിപ്പോൾ ഒരു വിവാഹത്തിന് തയ്യാറാണ്. പക്ഷേ അറ, എന്റെ ഉള്ളിൽ വർഷങ്ങളായി കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും മാറാതെ മറയാതെ നിൽക്കുന്ന ഒന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. നീയാണ് എന്റെ സോൾമേറ്റ് എന്ന്. എന്നെങ്കിലും ഒരിക്കൽ നീ എന്റെ ഭാര്യയാകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത്തർ, സ്കൂളിലെ ലാസ്റ്റ് ദിവസം നീ ഒരു പാട്ട് പെർഫോം ചെയ്തില്ലേ? അത് ഒരുപാട് മനോഹരമായിരുന്നു. മുമ്പ് ഒരിക്കലും എനിക്കത് പറയാൻ സാധിച്ചില്ല. നിനക്കറിയാമോ, ആ പാട്ട് നീ പാടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് മാറി നിന്ന് ഞാൻ കരയുകയായിരുന്നു. ഒരുപക്ഷെ ഇനി നമ്മൾ കണ്ടില്ലെങ്കിലോ എന്ന ചിന്തകൾ കാരണമാകും ഞാനന്ന് കരഞ്ഞോണ്ടിരുന്നത്. എന്നുവെച്ചാൽ നമ്മളുടെ ഫീലിംഗ്സും വിശ്വാസവും ഒക്കെ ഒന്നു ചേരുന്നുണ്ടെന്നാണോ? ദൈവത്തിന്റെ തീരുമാനം അങ്ങനാണെങ്കിൽ ഞാൻ നമ്മുടെ വിവാഹത്തിന് തയ്യാറാണ്. വർഷങ്ങളായി എന്റെ പ്രാർത്ഥനയിൽ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ കാര്യം, നിന്റെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ ഇപ്പോൾ നൽകാം. ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ഇണയാകാൻ, ഭാര്യയാകാൻ എനിക്ക് സമ്മതമാണ്. എന്റെ കണ്ണുകൾ തന്നെ നിറഞ്ഞുപോയിരുന്നു. ആ ഒരു നിമിഷം ഞാൻ കരഞ്ഞുപോയി. സത്യമാണ്, ഞാൻ കരഞ്ഞുപോയി. എല്ലാം കേട്ടുനിന്ന മമ്മദും ആ നിമിഷം കരഞ്ഞിരുന്നു. നിങ്ങളുടെ വിവാഹത്തിന് ഞാനായിരിക്കും സാക്ഷി എന്നന്ന് മമ്മദ് എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു. ഞങ്ങളന്ന് ഞങ്ങളുടെ സ്വപ്നങ്ങളെപ്പറ്റി സംസാരിച്ചു. ഒരു റൈറ്റർ ആവാനുള്ള, ഒരു കവിത എഴുത്തുകാരനാവാനുള്ള എന്റെ ആഗ്രഹങ്ങളെ പറ്റിയൊക്കെ ഞാൻ അവളെ അറിയിച്ചു. അവളുടെ സ്വപ്നം എന്തെന്ന ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി എന്നെ അതിശയിപ്പിച്ചിരുന്നു. നിന്റെ കൂടെ, നിന്റെ തോളോട് ചേർന്ന് നിന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്നതും നോക്കിക്കണ്ട് നിൽക്കുന്നതാണ് എന്റെ സ്വപ്നം എന്നായിരുന്നു അവൾ പറഞ്ഞത്. സ്നേഹബന്ധങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര അത്ഭുതപ്പെടുത്തുന്നതാണല്ലേ. ചിലപ്പോൾ ഏറെ സ്നേഹിച്ച രണ്ടുപേരെ അവൻ അകറ്റിക്കളയുന്നു. ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പലർക്കും പുതിയ വഴികൾ കാട്ടുന്നു. ചിലപ്പോളാകട്ടെ വീണ്ടും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി അവൻ അവരെ രണ്ടു വഴിക്ക് പിരിച്ചുവിടുന്നു. വീണ്ടും കണ്ടുമുട്ടുവാൻ വേണ്ടി, ഇത്തരത്തിലായിത്തീരുവാൻ വേണ്ടി ഞങ്ങൾ എന്തിനാണ് വേർപിരിഞ്ഞത്?
എന്നിന്നും എനിക്കുത്തരമില്ല. അന്ന് പക്ഷേ പോകുന്നതിനു മുമ്പ് അറ എന്നോട് സംസാരിച്ചു. അത്തർ, നമ്മൾ ഒരിക്കൽ പിരിഞ്ഞവരാണ്, വീണ്ടും കണ്ടുമുട്ടി. 2 ദിവസത്തിനുള്ളിൽ ഒരു കുടുംബം എന്നെ പെണ്ണു ചോദിച്ച് വാപ്പയുടെ അടുത്തെത്തുന്നുണ്ട്. പക്ഷേ എന്നെ ഭാര്യയായി തഹറൂഫിന് ആദ്യം ആവശ്യപ്പെടുന്നത് നീയായിരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ വാപ്പയെ അവർ കാണുന്നതിന് മുമ്പ് വന്ന് കാണാൻ നിനക്ക് സാധിക്കുമോ? അറ, എന്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, പ്രാർത്ഥിക്കാതെയും ഒന്നും ശ്രമിക്കാതെയും എല്ലാം വിധിയുടെ മേൽ കെട്ടിവെക്കരുതെന്ന്. ഞാൻ നാളെ തന്നെ നിന്റെ വീട്ടിൽ ചെല്ലും, ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ അവൾ അവിടെ നിന്നും മടങ്ങി. നിലവിൽ എന്റെ മുമ്പിൽ 2 കർത്തവ്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തേത് മിസ്റ്റർ ഫർഹാനെ കണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ധരിപ്പിക്കുക, അടുത്തത് അറോറയുടെ വാപ്പയെ കാണുക. ആദ്യത്തെ കാര്യത്തിന് ഞാൻ മിസ്റ്റർ ഫർഹാന്റെ വീട്ടിലെത്തി. മിസ്റ്റർ ഫർഹാനോട് അദ്ദേഹം ആവശ്യപ്പെട്ടതിന് നോ പറയൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായി എനിക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ധൈര്യം സംഭരിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. സൽസ എനിക്കെന്റെ മൂത്ത സഹോദരിയെ പോലെയാണെന്നും എന്റെ ഉള്ളിൽ പണ്ട് തൊട്ടേ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരു പെണ്ണുണ്ടെന്നും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം ദേഷ്യപ്പെട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിനൊരു സങ്കടമുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിട്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് പോന്നത്. പക്ഷേ തിരികെ സൈനെ കാണാനെത്തിയ ഞാൻ അറിഞ്ഞ വിവരം മിസ്റ്റർ ഫർഹാന് ഹാർട്ട് അറ്റാക്ക് വന്നുവെന്നും അദ്ദേഹം ഐസിയുവിലാണെന്നുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. സൽസ ഏറെ ദുഃഖിതയായി അവിടെ ഉണ്ടായിരുന്നു. അന്ന് സൽസയോടും സൈനോടും അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങളും അത് ഞാൻ നിരാകരിച്ച കാര്യവും അതായിരിക്കും അദ്ദേഹത്തിന് അറ്റാക്ക് വരാനുണ്ടായ കാരണമെന്നും ഞാൻ പറഞ്ഞു. ആ ഒരു വേദന, കുറ്റബോധം എന്റെ ഉള്ളിൽ നിറയുന്നുണ്ടായിരുന്നു. സൈൻ ഒന്നും മിണ്ടിയില്ല, എഴുന്നേറ്റ് മാറിയിരുന്നു. അവൻ കുറച്ചുനേരം പ്രാർത്ഥനകളിൽ മുഴുകി. കുറച്ചു കഴിഞ്ഞ് ധൈര്യത്തോടെ അവൻ എന്റെ അടുത്തേക്ക് തിരികെ വന്നു. എന്റെ അടുത്തിരുന്ന് സംസാരിച്ചു. നീ തുറന്ന് സത്യങ്ങൾ പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു കാര്യമാണ്. മിസ്റ്റർ ഫർഹാന്റെ അവസാനത്തെ ആഗ്രഹം നിനക്ക് പൂർത്തീകരിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ അതിനൊരുക്കമാണ്. നിനക്ക് സൽസയെ വിവാഹം കഴിക്കാം. മാതാപിതാക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടത്തിക്കൊടുക്കാനുള്ള കടമ ഓരോ മക്കൾക്കുമുണ്ട്. സൽസയും വേദനയോടെ അവന്റെ വാക്കുകൾ കേട്ടു. എന്തു പറയണം എന്നെനിക്കറിവുണ്ടായിരുന്നില്ല. ഞാൻ പ്രാർത്ഥനകളിൽ മുഴുകി ദൈവത്തോട് തന്നെ മാർഗനിർദ്ദേശത്തിനായി അപേക്ഷിച്ചു. പ്രാർത്ഥനയിൽ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഞാൻ അറിയിച്ചെന്ന് കണ്ടു. അവളുടെ വാപ്പയെ അടുത്ത ദിവസം കാണാൻ പറ്റാൻ പോവാത്ത കാര്യത്തെപ്പറ്റി അവളോട് ഞാൻ സംസാരിച്ചു. അവൾ പരാതിയൊന്നും പറഞ്ഞില്ല. ദൈവത്തിന്റെ വിധി ഇതായിരിക്കും, അവന്റെ തീരുമാനത്തിനനുസരിച്ചാണല്ലോ ഓരോന്നും നടക്കുന്നത്. ഒരിക്കലും ഒന്നോർത്തും റിഗ്രറ്റ് ചെയ്യരുത്. നിങ്ങളെ എന്റെ ഭാവി ഇമാമായി കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് നീയൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. ഇപ്പോൾ നീയൊരു പിതാവിന്റെ ആവശ്യം, ആഗ്രഹം നിന്റെ ഇഷ്ടത്തിനും മുകളിൽ വെക്കുന്നു. എനിക്ക് നിന്നോടുള്ള മതിപ്പ് കൂടിയിട്ടേയുള്ളൂ. ഈ വിധി അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പഠിച്ചുകൊള്ളാം എന്നും ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിറകണ്ണുകളോടെ അത് പറഞ്ഞ് അവൾ പോയി. എന്റെ ഉമ്മ എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, പ്രണയമെന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും വിട്ടുകൊടുക്കൽ കൂടിയാണ്. എല്ലാം തീരുമാനിക്കുന്നത് ആ ദൈവമാണല്ലോ. ഏതു നിമിഷത്തിലും അവൻ നമ്മളെ കൂട്ടിമുട്ടിക്കാം, വേണമെന്ന് വെച്ചാൽ പിരിക്കുകയും ചെയ്യാം. വൈകാതെ മിസ്റ്റർ ഫർഹാന് ബോധം തെളിഞ്ഞു. മിസ്റ്റർ ഫർഹാൻ സൽസയുമായി സംസാരിച്ചു. ഞാൻ വിഷമിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നോട് വിഷമിക്കരുത് എന്ന് പറയണം എന്ന് അദ്ദേഹം അവളെ പറഞ്ഞേൽപ്പിച്ചു. ഞാൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞ കാര്യം വാപ്പയുടെ സന്തോഷത്തിനു വേണ്ടി അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. അധികം വൈകാതെ ആശുപത്രിയിൽ വെച്ച് തന്നെ നിക്കാഹ് നടത്താൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ നിക്കാഹിന് വേണ്ടി കാര്യങ്ങൾ ഒരുങ്ങി. ആശുപത്രി മുറി അലങ്കരിക്കപ്പെട്ടു. പക്ഷേ ദൈവത്തിന്റെ തീരുമാനം ചിലപ്പോൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹം സൽസയുടെയും സൈന്റെയും കാര്യങ്ങൾ അറിഞ്ഞു. ഒരിക്കലും ഒരു തെറ്റിലേക്ക് പോകാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നേയില്ല. തന്റെ മകളുടെ നല്ല ജീവിതത്തിന് അദ്ദേഹം സൈനെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിച്ചു. ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ഞാനും ഉണ്ടായിരുന്നു. അന്ന് വിവാഹം കഴിഞ്ഞതും സന്തോഷത്തോടെ സൈൻ എന്നെ ആലിംഗനം ചെയ്തു. പക്ഷേ പെട്ടെന്നൊരു കാര്യം പറഞ്ഞു. സമയം എല്ലാത്തിനേക്കാളും വിലപ്പെട്ടതാണ്. നീ ഇപ്പോൾ തന്നെ പുറപ്പെടണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ ബൈക്കുമെടുത്ത് അറയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവളെ വിവാഹം ആലോചിച്ച് ആ വീട്ടുകാർ എത്തുന്നതിന് മുമ്പേ അവിടെ എത്തി എനിക്ക് അവളുടെ വാപ്പയെ കാണണമായിരുന്നു. അറയുടെ വീട് ആ കുടുംബത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അവരും അങ്ങോട്ടേക്കുള്ള യാത്രയിലായിരുന്നു. എന്റെ ഉള്ളിൽ ഞങ്ങളുടെ പ്രണയകാല ഓർമ്മകൾ ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ആ കുടുംബം അറയുടെ വീട്ടിലേക്ക് എത്തുന്നതിന്റെ തൊട്ടു മുമ്പ് എനിക്ക് അവളുടെ വീട്ടിലെത്താൻ കഴിഞ്ഞു. അവളുടെ വാപ്പയെ കാണാൻ സാധിച്ചു. അവന്റെ വിവാഹം കഴിഞ്ഞു എന്നായിരുന്നു അവർ തെറ്റിദ്ധരിച്ചിരുന്നത്. നടന്ന കാര്യങ്ങൾ അവൻ അറയോട് വിശദീകരിച്ചു. സൈനും സൽസയും വിവാഹം കഴിച്ചെന്നും മിസ്റ്റർ ഫർഹാൻ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നും അവൻ അവളോട് പറഞ്ഞു. അപ്പോഴേക്കും വിവാഹം ആലോചിച്ചു വന്ന കുടുംബം എത്തിയിരുന്നു. അവിടെ നടക്കുന്നത് കണ്ട് അവർ സംശയിച്ചു നിന്നു. നടക്കുന്ന കാര്യങ്ങൾ
കാര്യങ്ങൾ അപമാനകരമായിട്ടായിരുന്നു ആ കുടുംബത്തിന് ഫീൽ ചെയ്തത്. അറോറ തന്നെ മുമ്പിലേക്ക് വന്ന് ആ കുടുംബത്തോട് ക്ഷമ പറഞ്ഞ് കാര്യങ്ങൾ വിശദീകരിച്ചു. റക്കയിൽ നിന്ന് വിവാഹ പ്രപ്പോസൽ കിട്ടുന്നതിന് മുമ്പ് അത്ര എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു. അന്ന് ധൈര്യത്തോടെ കേട്ടുനിന്ന വാപ്പയോട് അവൾ ചോദിച്ചു, എന്നോട് ക്ഷമിക്കണം വാപ്പ, പക്ഷേ ഒരു തിരഞ്ഞെടുപ്പിന് എനിക്ക് അധികാരം നൽകാമോ? അറയുടെ വാപ്പ മുമ്പിലേക്ക് വന്നു. ആ കുടുംബത്തിന് നേരെ കൈ കൂപ്പിക്കൊണ്ട് അറയുടെ വാപ്പ എന്ന രീതിയിൽ ഞാൻ അവൾക്ക് വേണ്ടി ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്നത്തെ ഈ പെണ്ണ് കാണൽ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നു എന്നവരെ അറിയിച്ചു. അവരും തങ്ങൾക്ക് കിട്ടിയ റെസ്പെക്ട് കൊണ്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിറങ്ങിപ്പോന്നു. പുറത്തേക്കിറങ്ങിയ റക്കയ്ക്കും ഏറെ സന്തോഷമായിരുന്നു. അവൻ പുറത്തെത്തിയതും അവന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ചു. ഈ പെണ്ണ് കാണൽ മുടങ്ങിയെന്നും ഇനി എനിക്ക് നിനക്കായി ഫൈറ്റ് ചെയ്യാൻ പറ്റും എന്നും അവൻ കാമുകിയോട് പറയുന്നുണ്ടായിരുന്നു. അറയുടെ വാപ്പയാകട്ടെ നടന്ന കാര്യങ്ങളിൽ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. അറയുടെ ഉമ്മ അദ്ദേഹത്തോട് സംസാരിച്ചു. അറ എന്ത് നല്ല കുട്ടിയായിട്ടാണ് വളർന്നത്. ഒരിക്കൽ പോലും നമ്മുടെ വാക്കുകൾ അവൾ ധിക്കരിച്ചിട്ടില്ല. ഇപ്പോൾ പോലും അവൾ നമ്മോട് അനുവാദം ചോദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ അവളെ തോന്നിപ്പിച്ചത് ആരാണ്? അവളെ സൃഷ്ടിച്ച ദൈവം തന്നെയല്ലേ? അപ്പോൾ അതിലെന്തോ കാര്യമില്ലേ? അറ വന്ന് വാപ്പയ്ക്കടുത്ത് നിന്നെങ്കിലും അദ്ദേഹം അവളെ ഒഴിവാക്കി. അറയും ഉമ്മയും അവിടെ നിന്ന് പോന്നു. കുറച്ചുനേരം അറയുടെ വാപ്പ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം എന്നോട് സംസാരിക്കാനെത്തി. ഓരോ പിതാവിനും പെൺമക്കളുടെ സന്തോഷം അത്രമേൽ വലുതായിരിക്കും. ഞാൻ കടന്നു പോകുന്ന വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്റെ വാപ്പയ്ക്കും പെൺമക്കൾ ഉണ്ടാകുമല്ലോ. ഇതുപോലൊരു അവസ്ഥ വന്നാൽ അദ്ദേഹം എന്തു ചെയ്യുമെന്ന് ചോദിക്ക്. ചിലപ്പോൾ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മരിച്ചുപോയ എന്റെ വാപ്പയ്ക്ക് 2 പെൺമക്കളുണ്ട്. മൂത്തയാളുടെ പേര് റാണി എന്നാണ്. അവളും വാപ്പയോടൊപ്പം പോയി ചേർന്നു. എനിക്കൊരു സഹോദരിയുണ്ട്, തിയാര എന്നാണ് അവളുടെ പേര്. നിന്റെ ഉമ്മ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടല്ലോ അല്ലേ? ചോദിക്കുന്നതും കൊണ്ടൊന്നും കരുതരുത്. പെട്ടെന്നറയുടെ ഉമ്മ ചോദിച്ചു. ഞാൻ അവർക്ക് മറുപടി കൊടുത്തു, ആ ഉണ്ട് ഉമ്മ. റാത്തിഖ് ടൈലറിംഗ് എന്ന പേരിൽ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അത് കേട്ടതും അറയുടെ വാപ്പയുടെ മുഖത്ത് ഒരു അതിശയം വന്നു. അദ്ദേഹം ചാഞ്ഞിരുന്ന് എന്നോട് ചോദിച്ചു, നിന്റെ വാപ്പയുടെ പേര് നൂറെന്നാണോ? അതെ, നൂറിന്റെ മോനാണോ നീ? നൂറ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ദേഷ്യമുള്ള മുഖം മാറി സന്തോഷം മുഖത്ത് നിറയുന്നത് ഞാൻ നോക്കിക്കണ്ടു. അപ്പോ എന്താ നീ വന്നത്? കാര്യം എന്നോട് പറ. അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അറയെ നോക്കി. സന്തോഷത്തോടെ അവൾ തലകുലുക്കി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ദൈവനാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നതിനും റിജക്റ്റ് ചെയ്യുന്നതിനും മുമ്പ് ഞാൻ പറയുന്നത് കേൾക്കാൻ താങ്കൾ മനസ്സ് കാണിക്കണം. ഇഹലോകത്തും പരലോകത്തും അറോറയും ഞാനും ഒന്നിച്ചായിരിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു കുടുംബം ഞങ്ങൾക്കുണ്ടാക്കിയെടുക്കണം. അതിന് എല്ലാവരുടെയും ആശീർവാദവും വേണം. ഏറെ സന്തോഷത്തോടെയായിരുന്നു അറോറയുടെ വാപ്പ അത് കേട്ടത്. സന്തോഷത്തിന്റെ പുഞ്ചിരി അവിടെയെങ്ങും നിറഞ്ഞൊഴുകിയിരുന്നു. അധികം വൈകാതെ ഞങ്ങളുടെ വിവാഹം നടന്നു. മമ്മദ് ഞങ്ങളുടെ വിവാഹത്തിന്റെ സാക്ഷിയായി. ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാത്തിനും നന്ദി പറയാനുള്ളത് ദൈവത്തോടാണ്. അവൾക്കായി ദൈവം എന്നെ തിരഞ്ഞെടുത്തു. എന്നിലേക്ക് അവളെ എത്തിക്കുകയും ചെയ്തു. ഞങ്ങൾ പരസ്പരം ആത്മാർത്ഥമായി പ്രണയിച്ചുകൊണ്ടേയിരിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ഒന്നിച്ചുള്ള ജീവിതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.